ആയ് ഒന്നും കാണാനില്ലല്ലോ, ആകെ അന്ധകാരാണല്ലോ. ബൈജു ആണോ? ബൈജു ഇത് മരുഭൂമി പോലെ ഒന്നും കാണാനില്ലല്ലോ. ആണോ? നല്ലൊരു ഫോൺ വാങ്ങണ്ടേ നമുക്ക്? ഇതൊരു ആത്മാവിനെ കാണുന്ന പോലെ ഉണ്ട്. അതൊരു പുകയാണ് കാണുന്നത്. ഭാര്യയുടെ നമ്പർ അയച്ചിടുവോ? ഞാൻ വിളിക്കാം. ഹലോ, ഹായ്. ഇപ്പൊ ക്ലിയർ ആണ്. ഭാര്യയുടെ നമ്പറാണ് അല്ലേ? ഭാര്യയുടെ നമ്പറാണ്. ഒരു തെളിച്ചുള്ളൂ. എന്തിനാ വിളിച്ചതെന്നറിയോ? എന്നാലും ഒന്ന് ഊഹിച്ചു നോക്കിയേ. അപ്പൊ അറിയാം, ബോച്ച എല്ലാ ദിവസവും വിളിക്കുന്നുണ്ടെന്ന് അറിയാം. കണ്ടു കാണുമല്ലോ അല്ലേ? എല്ലാ ദിവസവും വിളിക്കുന്നുണ്ട്. അപ്പോ സന്തോഷ വാർത്ത, ബൈജുവിന് ബോച്ചേട്ടി ലക്കി ഡ്രോ ടിക്കറ്റിലൂടെ 25,000 രൂപ അടിച്ചിരിക്കുകയാണ്. സന്തോഷമുണ്ടോ? എന്നാലും സന്തോഷക്കുറവുണ്ടല്ലോ. ആദ്യത്തെ അത്ര സന്തോഷം കാണാനില്ല ഫോൺ എടുത്തപ്പോഴുള്ള. അതെനിക്കറിയാം എന്താന്നുള്ളത്. ബോച്ച എല്ലാ ദിവസവും വിളിക്കുന്നത് 10 ലക്ഷം അടിച്ചു എന്ന് പറയാനാണ്. 10 ലക്ഷത്തിന്റെ ഭാഗ്യവാനെയാണ് വിളിക്കുന്നത്. പിന്നെ എന്ത് 25,000 ഉള്ളൂ എന്നുള്ള. പേടിക്കണ്ട, 10 ലക്ഷം തന്നെയാ. ഈ 25,000 ചീള് കേസിനൊന്നും ബോച്ച വിളിക്കാറില്ല. അത് വേറെയുണ്ട്. 13,704 ക്യാഷ് പ്രൈസ് ഡെയിലി ഉണ്ട്. 25,000, 10,000, 5,000. അതിന് ഞാൻ വിളിക്കാൻ നിന്ന ഒരു ദിവസം മതിയാവില്ല എനിക്ക്. 10 ലക്ഷത്തിന്റെ 25 കോടിയുടെ കേസിലെ ഞാൻ വിളിക്കാറുള്ളൂ ഡെയിലി. അപ്പൊ എവിടെയാണ് വീട് പറയൂ? ഒക്കെ തിരുവനന്തപുരത്താണല്ലോ അടിക്കണേ. ഇന്നലെയും തിരുവനന്തപുരത്ത് അടിച്ചത്. ഇന്നലെ അടിച്ചത് ആറ്റിങ്ങൽ. ഓക്കെ. നമ്മുടെ ജ്വല്ലറി. സോറി, ആറ്റിങ്ങൽ നമ്മുടെ ജ്വല്ലറി ഉണ്ട്. ഓക്കെ. എന്ത് ചെയ്യുന്ന? ഇലക്ട്രിക് പണി. ഓ, ഷോക്ക് അടിച്ചിട്ടുണ്ടോ ഇലക്ട്രിക്കൽ വർക്ക് ചെയ്യുമ്പോ? ഇല്ല. എന്തായാലും ഇന്ന് 10 ലക്ഷത്തിന്റെ ബൈക്കുറി അടിച്ചപ്പോ ഒരു ഷോക്ക് അടിച്ചില്ലേ? എന്തായാലും ഫീസ് അടിച്ചു പോവാതെ നോക്കണം. സ്ട്രോങ് അല്ലേ? വീട്ടിലാരൊക്കെ ഉള്ളേ? ആരും കാണാനില്ലല്ലോ. എന്താ മാറി നിക്കണേ? ഭാര്യ ഇതൊക്കെ കേട്ടിട്ട് ഭാര്യ നിക്കണ എന്താ? ഭാര്യയാണോ? ആരുടെ ഭാര്യ? സ്വന്തം? ഓക്കെ, കുഴപ്പമില്ല. ഒരു മകനേ ഉള്ളൂ? എന്ത് ചെയ്യുന്ന? എവിടെയാ പഠിക്കുന്നേ? എന്താവാനാ ആഗ്രഹം ഭാവിയില്? എന്തിനാ പഠിക്കുന്നേ? AI ഡെവലപ്മെന്റ്. ഗുഡ്. വൈഫ് എന്ത് ചെയ്യുന്ന? പേരെന്താ? റീന. എന്താ ചെയ്യുന്ന റീന? എന്താ പഠിപ്പിക്കുന്നത്? കെമിസ്ട്രി. ഇനി കെമിസ്ട്രി പഠിപ്പിക്കുന്നതിനൊപ്പം പിള്ളേർക്ക് ഒരു കാര്യം കൂടെ പഠിപ്പിക്കണേ. ബോച്ചെ ടീ വാങ്ങി കുടിക്കൂ, എന്നെ പോലെ സൂപ്പർ സ്ട്രോങ് ആവൂ എന്നും കൂടെ പഠിച്ചേക്കണം. പിന്നെ എങ്ങനെയാണ് ഈ ബോച്ചെ ടീ ലക്കി ഡ്രോ ടിക്കറ്റ് എങ്ങനെ ഓൺലൈനിൽ എടുക്കാന്നോ ഇതൊക്കെ പഠിപ്പിച്ചു കൊടുക്കണം. പലർക്കും ഇത് എടുക്കാറില്ല. അതുകൊണ്ട് എടുക്കണവരുടെ ഒരു 40% ആൾക്കാർ ഫെയിലിയർ ആവാം ഓൺലൈനിൽ എടുക്കുമ്പോ. എടുക്കാൻ അറിയില്ല. ചിലപ്പോ ഓവർ ട്രാഫിക്, ഭയങ്കര സെയിൽ ആയതുകൊണ്ട് ചിലപ്പോ ഇത് ഡൗൺ ആവുക, ഹെവി ട്രാഫിക് ആയതുകൊണ്ട്. അപ്പൊ ചിലവർക്ക് പൈസ അടച്ചിട്ട് ഒരാഴ്ച കഴിയുമ്പോ പൈസയാണ് തിരിച്ചു വരുന്നത് അക്കൗണ്ടിലേക്ക്. ചിലവർക്ക് ചായപ്പൊടി, അങ്ങനെ ചില കോംപ്ലിക്കേഷൻസ് ഒക്കെ ഉണ്ട് സ്റ്റാർട്ടിങ്ങിലായതുകൊണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഉണ്ടായ അനുഭവം ഒക്കെ ഒന്ന് പഠിപ്പിച്ചു കൊടുക്കണേ. ഇതെങ്ങനെ എടുത്തത്? ഓൺലൈനിലാണോ? ബോച്ചേട്ടി ഓൺലൈനിലാണോ എടുത്തേ? ഓ, ഫിജി കാർട്ട് വഴി എടുത്താണ് അല്ലേ? ഓക്കെ. ഓൺലൈൻ ഉണ്ട്. ബോച്ചേട്ടി.com കയറിയാല് സൈറ്റിൽ കയറി എടുക്കാം. പിന്നെ കടകളിൽ, ജ്വല്ലറി ഷോപ്സ്, പിന്നെ ഇപ്പൊ തുടങ്ങിക്കൊണ്ടിരിക്കുന്ന ബോച്ചെ പാർട്ട്ണർ ഫ്രാഞ്ചൈസി ഷോപ്പുകൾ വഴി
പല ഇതിലെടുക്കാം, വാങ്ങാം. പി ജി കാർട്ട് ആരുടെ അണ്ടറിലാണ് ഉള്ളത്? നിങ്ങൾ ഏത് ലീഡറുടെ, ഏത് കമ്പനിയുടെ അണ്ടറിലാണ്? ആ, എന്താ ചെയ്യാൻ പോണേ 10 ലക്ഷം? അതെ അതെ, ഒരു ഇലക്ട്രീഷ്യൻ ഇതിലും വലിയ ഷോക്ക് എന്ത് അല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ. എന്ത് ചെയ്യും 10 ലക്ഷം? എന്ത് ചെയ്യും? പിന്നെന്താ, ഫോറിൻ ടൂറൊക്കെ പോയിണ്ടോ? ദുബായിലോ അമേരിക്ക ഫോറിൻ ടൂറൊക്കെ പോയിട്ടുണ്ടോ? ഒരു ഫോറിൻ ടൂറൊക്കെ അടിക്കും, ജീവിതമൊക്കെ ഒന്ന് ആഘോഷിക്ക്. അങ്ങനെയൊക്കെയല്ലേ ആഘോഷിക്ക. അയ്യോ എന്റെ അമ്മച്ചി, കേരളം വിട്ടു പോയിട്ടില്ല. എന്തായാലും ഉറപ്പായിട്ട് ദുബായി പോ, ഒന്ന് കറങ്ങിട്ട് വാ. അയ്യോ, പാസ്പോർട്ട് ഞാൻ എടുത്തായിരുന്നു. വിസ ഞാൻ ഫ്രീ ആയിട്ട് എടുത്ത ബോച്ചെ ടൂർസ് ആൻഡ് ട്രാവൽസിലൂടെ വിസയും കാര്യങ്ങളൊക്കെ എടുത്തു തരാം. പാസ്പോർട്ട് സർവീസും ഉണ്ട്, വേണമെങ്കിൽ ഞാൻ പറയാം. എന്താ ഭാഗ്യം, ഞാൻ ജീവിച്ചിരിപ്പുണ്ടല്ലോ. പിന്നെന്താ, ആള് വടിയായാലല്ലേ കാണാൻ പറ്റാത്ത പ്രശ്നമുള്ളൂ. നേരിട്ട് കാണേണ്ടി വരും. 10 ലക്ഷത്തിന്റെ ചെക്ക് വാങ്ങാൻ വരുമല്ലോ അടുത്ത ആഴ്ച. ബന്ധപ്പെടും, അപ്പൊ നേരിട്ട് കാണണം. ഫാമിലി ആയിട്ട് വരൂ. ഇലക്ട്രിക്കൽ ഷോപ്പ് തുടങ്ങാൻ പോകുന്നുണ്ടോ? ഇലക്ട്രീഷ്യൻ അല്ലേ? ഞങ്ങള് ഈ 10 ലക്ഷം 25 കോടിയും മറ്റു പ്രൈസുകളൊക്കെ അടിക്കുന്നവർക്ക് നമ്മൾ ഇതിലൂടെ വന്നതായതുകൊണ്ട് ബോച്ചെ ബോച്ചെ പാർട്ട്ണർ ഫ്രാഞ്ചൈസി കട ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പൊ അതിനും വേണമെങ്കിൽ അപേക്ഷിക്കാം കേട്ടോ. അതിനെ അപേക്ഷിക്കേണ്ട നമ്പർ ഞാൻ താഴെ കൊടുക്കാം ഇതില്, അപ്പൊ മറ്റുള്ളവർക്കും കാണാം. അത് വീട്ടിലും ചെയ്യാം, കടയുണ്ടെങ്കിൽ കടയിലും ചെയ്യാം. ഇനി ഒരു ഇലക്ട്രിക്കൽ ഷോപ്പ് തുടങ്ങുന്നതിന് അതിൽ ഇതും കൂടെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും കേട്ടോ. നമ്മള് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇത്. പ്രത്യേകിച്ച് ഇതുവഴി വന്ന ആൾക്കാരെ ഞങ്ങൾക്ക് നാളെ എടുത്ത് കാണിക്കാലോ. 10 ലക്ഷം ദിവസേന അടിച്ച ആൾക്കാര് കേരളത്തിൽ ഇത്രയും ഉണ്ട്. 1000കണക്കിന് ഷോപ്പുകളുണ്ട് എന്ന് പറയുമ്പോ നിങ്ങൾക്ക് ഇത് കിട്ടി, ഇതിലൂടെ വന്നതുകൊണ്ട് നിങ്ങൾക്ക് ഇതിന്റെ സാക്ഷ്യം പറയാനും ഇത് പ്രൊമോട്ട് ചെയ്യാനും ഇതിന്റെ ബ്രാൻഡ് അംബാസിഡർമാരൊക്കെ ആവാനുള്ള ഒരുപാട് പദ്ധതികളുണ്ട്. അതുകൊണ്ടാണ് ഈ 10 ലക്ഷം അടിച്ചവർക്ക് നമ്മള് ബോച്ചെ പാർട്ട്ണർ ഫ്രാഞ്ചൈസി കട ഇട്ട് കൊടുക്കാൻ കാരണം. ഇതെവിടെയാ, വീട് എവിടെയാ? മെയിൻ റോഡാണോ അതോ? അത് റോഡ് സൈഡാണോ ഉള്ളിലോട്ടാണോ? ആൾക്കാരൊക്കെ എത്തിപ്പെടാവുന്ന സ്ഥലമാണ് അല്ലേ? അപ്പൊ വീട്ടിൽ തന്നെ വേണേ ഉമ്മർത്ത് ചെയ്യാം. ഒരു മാച്ചിങ് കസാര ഇട്ടിട്ട് നമ്മള് ബോർഡും ഇതൊക്കെ സെറ്റാക്കി തരും. കട വാടകയൊന്നും കൊടുത്ത് ചെയ്യണ്ട. വീടുള്ള നിലയ്ക്ക് നിങ്ങൾക്കും ഭാര്യയ്ക്കൊക്കെ സമയമുള്ളപ്പോ അവിടെ വന്നു ആൾക്കാർ പിന്നെ വന്നു വാങ്ങിച്ചോളൂ. നിങ്ങൾ ഏത് ഗുദാമിലാണെങ്കിലും ഇത് അന്വേഷിച്ച് വരും. കാരണം ഡെയിലി ഈ ടിക്കറ്റ് കിട്ടണോണ്ടേ 13,000 പേർക്ക് ക്യാഷ് പ്രൈസ് അടിക്കുന്നുണ്ടല്ലോ. അത് കാരണം കൊണ്ട് ഇത് വൈറലാ. അത് പ്രത്യേകിച്ച് ഒന്നും ചെയ്യണ്ട. നിങ്ങൾ എവിടെയാണോ നിങ്ങളുടെ മുമ്പിൽ രാവിലെ ഒരു ക്യൂ ആയിരിക്കും വാങ്ങാനായിട്ട്. ഇപ്പൊ ഞാനൊരു മല്ലികയ്ക്ക് ഒരു കട ഇട്ട് കൊടുത്തിരുന്നു. എല്ലാ ദിവസവും ഫുൾ സ്റ്റോക്ക് തീരാണ് അവിടെ. രാവിലെ നിറച്ച ആൾക്കാർ കാത്തു നിൽക്കുക, മല്ലികാനും കാത്തിട്ട്. അത്രയും ഡിമാൻഡായിട്ട് പോകുന്നതുകൊണ്ട് വീട്ടിലോ എവിടെ ഇട്ടാലും ആൾക്കാർ അങ്ങോട്ട് വരും. നമ്മള് നഗര മധ്യത്തിൽ പോയിരിക്കണം എന്ന് നിർബന്ധമില്ല. ഏത് നരകത്തിൽ ഇരുന്നാലും ആൾക്കാർ വരും. ഇനി നിർത്തണ്ട ചായ പൊടി. ചായ നല്ലതാണോ? ചായപ്പൊടി കിട്ടിയോ? അഭിപ്രായം പറയണേ. പലർക്കും ചായപ്പൊടി കിട്ടിയിട്ടില്ല. കാരണം ഇത് എന്ത് പറ്റിയെന്ന് വെച്ചാല് പെട്ടെന്ന് നമ്മൾ പ്രതീക്ഷിച്ചതിന്റെ എത്രയോ മടങ്ങ് സെയില് വന്നു പെട്ടെന്ന്. അപ്പൊ സ്റ്റോക്ക് തീർന്നു. വീണ്ടും ഡെയിലി വരുന്നുണ്ട്, പക്ഷെ തീർന്ന് പോവാ. അപ്പൊ ആൾക്കാർക്ക് ചിലപ്പോൾ കിട്ടാൻ ഇത്തിരി വൈകിട്ടാണ് ചായപ്പൊടിയൊക്കെ കിട്ടുന്നത്. അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളുണ്ട്. എന്തായാലും കിട്ടേണ്ടവർക്കൊക്കെ കിട്ടും, വൈകിയാലും. സ്റ്റോക്കിന്റെ ഒരു ഷോർട്ടേജ് ഉണ്ട്. അത്രയും സമയം ഡിലേ ആവുന്നുണ്ട് കിട്ടാൻ. എനിക്കറിയാം, അത് സ്റ്റാർട്ടിങ് അല്ലേ, ഓർഗനൈസ് ചെയ്ത് വരുന്നുള്ളൂ കാര്യങ്ങളൊക്കെ. അപ്പൊ ഓക്കെ, ചായ കുടിച്ചുകൊണ്ടേയിരിക്കൂ കേട്ടാ.
ചായ കുടിക്കൂ, Thank you, sir. കോടീശ്വരനാകൂ. Conquer the world with love. Love you everybody. You're on both sides. Okay. Thank you, sir. Bye. Very, very.